Hello, good morning. Once again, welcome to CSC with Michael. ഇന്ന് വെനസ്ഡേ നവംബർ 3 ആൻഡ് ഐ മസ്റ്റ് സേ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ ആർട്ടിക്കിൾസ് ഉണ്ട്. ഐ വാസ് വെരി ലൈവ്ലി ഗോയിങ് ത്രൂ ടുഡേയ്സ് ആർട്ടിക്കിൾ. കുറേ പുതിയ കാര്യങ്ങൾ വായിക്കാൻ കിട്ടും, പുതിയ കാര്യങ്ങൾ അറിയാൻ കിട്ടും, ചില കാര്യങ്ങൾ റിവിഷൻ പോലെ നമ്മൾ കേട്ട കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യാൻ കിട്ടും. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ആക്റ്റീവ്ലി ടു ദിസ് particular newspaper today. Let's see. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ പൊതുവേ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഈസ് ഡോമിനേറ്റഡ് ബൈ ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ പറഞ്ഞായിരുന്നു ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ഗോയിങ് ടു ബി ദ ബിഗ് ന്യൂസ് ദീസ് ഡേയ്സ്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു ദിവസം പറഞ്ഞ കാര്യമാണ്, ബട്ട് ഐ തിങ്ക് ഐ ഷുഡ് റിപ്പീറ്റ് ഇറ്റ് ഹിയർ. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, so as far as climate change is concerned, it's a big theme. It's not a sub topic per se. It's not a syllabus ഒരു എൻട്രി അല്ല, but it's a big theme that it itself can be considered as a multidisciplinary ഒരു സെപ്പറേറ്റ് പേപ്പറിൻ്റെ ഒരു ചെറിയ ഒരു പേപ്പർ തന്നെയായിട്ട് കണക്കാക്കാൻ പറ്റുന്ന തീമാണ്. സോ യു ഹാവ് ദിസ് അക്രോസ് സൊസൈറ്റി, ജോഗ്രഫി, പൊളിറ്റി, ഓൾമോസ്റ്റ് എവരിവെയർ, ഗവേണൻസ് ഒക്കെ സ്ലൈറ്റ്ലി ഉണ്ട്, പൊളിറ്റി ഒക്കെ ചെറിയ ടോപ്പിക്സ് ആണ്, പക്ഷേ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ IR ഫോർ certain, social justice for certainly, then economics, okay, obviously GS3 will be dominated by climate change, environment, agriculture, S&T, so all this disaster management. So this is like, you can see it's almost like ഞാനിപ്പോൾ കുറച്ചും കൂടെ പ്ലാൻ ചെയ്ത് വരച്ചായിരുന്നെങ്കിൽ it's a 360-degree topic. So you need to properly study this. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ബേസിക്കലി ഒരു നോട്ട് ഉണ്ടാക്കുക. വാട്ട് ഈസ് ക്ലൈമറ്റ് ചേഞ്ച്, വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പാക്ട്, ഒരു ജനറലിസ്റ്റിക് നോട്ട്. Okay, then you can add the dimensions, climate change dimensions, or to all the relevant notes in these topics. ഇപ്പോൾ പൊളിറ്റിയിലെയും ജോഗ്രഫിയിലെയും സൊസൈറ്റിയിലൊക്കെ റെലവൻറ്റ് ടോപ്പിക്സിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുക. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ഓൺ വൺ ഡേ, നോട്ട് ടുഡേ, ബട്ട് ഓവർ 3 to 4 months. ഓക്കെ, ഫെബ്രുവരി വരെ നമുക്കിതിങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. ഒറ്റ ദിവസം നോട്ട് ഉണ്ടാക്കാൻ നിൽക്കേണ്ട. ദാറ്റ് വുഡ് ബി വെരി ഹെക്റ്റിക് എ പ്രോസസ്. നോ, ലെറ്റ്സ് ഗെറ്റ് ടു ഇറ്റ്. പുതിയ കുറേ ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വൺ സോളാർ ഗ്രിഡ് അനൗൺസ്ഡ്, ഇന്ത്യ ടു ഹെൽപ്പ് സ്മോൾ ഐലൻഡ്സ്, കോൾ ടു ഹൈക്ക് ക്ലൈമറ്റ് ഫണ്ട്. ഇതാണ് 3 ഹൈലൈറ്റ്സ്. ദെൻ ഈ ആർട്ടിക്കിളിനകത്തൂടെ പോവുക. പല ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്, അതൊക്കെ നോക്കുക. ഈ ആർട്ടിക്കിൾ 2 പ്രാവശ്യം വായിച്ചോളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചോളൂ. ബിക്കോസ് കുറേ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്, നമുക്കത് മനസ്സിലായിട്ട് ഓർത്തിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഫൈൻ. ഇതിൻ്റെ ബാക്കി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമുക്ക് അകത്ത് വേണം. നോ, സെറ്റപ്പ് പോലീസ് കംപ്ലയിൻസ് ബോഡി NHRC. റൈറ്റ്. സോ NHRC, ഈ ന്യൂസിൻ്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കി. എന്താണ് ഈ ന്യൂസിൻ്റെ കോണ്ടെക്സ്റ്റ്? വൈ ദിസ് ന്യൂസ് ഈസ് ഹിയർ? NHRC എന്തുകൊണ്ട് ഇങ്ങനെ കമൻറ്റ് പറഞ്ഞു? ജസ്റ്റ് ഒരു പോസ് ചെയ്യുക, ഒന്ന് ഗസ് ചെയ്യുക, ആൻഡ് ദെൻ ഐ കണ്ടിന്യൂ. ഓക്കെ, സോ ദ തിങ് ഈസ്, നമ്മൾ ഇതിനു മുമ്പ് കണ്ടായിരുന്നു സുപ്രീം കോർട്ട് UP ഗവൺമെൻറ്റിനെ കുറിച്ചൊക്കെ പല കാര്യങ്ങൾ പറയുന്നത്, പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ചൊക്കെ. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റാണ് നമുക്ക് ആ ഒരു കണ്ടിന്യൂ കീപ്പ് ചെയ്യാൻ പറ്റണം. കിട്ടിയായിരുന്നു, പോസ്റ്റ് ചെയ്തിട്ട് ആലോചിച്ചപ്പോൾ അത് കിട്ടിയായിരുന്നു, അത് കിട്ടണം. എന്നാലേ നമുക്ക് ആ ന്യൂസ് പ്രോസസ്സ് നമ്മൾ റെഗുലർലി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് ഓർമ്മ വേണം. നോ, ഇതിനകത്ത് കപ്പിൾ ഓഫ് തിങ്സ് ഓർക്കുക. ഇത് ഒരു എക്സാമ്പിളായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട്, ഒരു പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം. വെയർബൈ NHRC പോലെ ഒരു ബോഡി പറഞ്ഞു ഇത് വേണമെന്നുള്ളത് പോലീസ് റിഫോംസിൻ്റെ കാര്യത്തിൽ. NHRC ആരാണ്? ഹൂ ആൻഡ് വാട്ട് ഈസ് NHRC? നൗ യു ഹാവ് ടു റിമെമ്പർ പ്രകാശ് സിംഗ് കേസ്. This case is the most important value addition material, value addition സംഭവം for police reforms. Okay, so police reforms just ഒന്ന് പഠിച്ചു നോക്കുക, നോട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം നമുക്ക് ഉണ്ടാക്കാം. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സോ പ്രകാശ് സിംഗ് കേസ്, ഇതിൻ്റെ അകത്ത് ഒരു പോലീസ് റിഫോംസിനെ കുറിച്ച് ചോദ്യം വന്നാൽ പ്രകാശ് സിംഗ് കേസ് മസ്റ്റ് ആയിട്ട് വേണം. സോ ലുക്ക് ഇൻ ടു വാട്ട് പ്രകാശ് സിംഗ് കേസ് ഈസ്. ഓക്കെ, സിറ്റീസ് എയർ ക്വാളിറ്റി ഡ്രോപ്സ് ടു വെരി poor level. ഇത് ഡൽഹി സ്പെസിഫിക് ന്യൂസ് ആണ്, ബട്ട് ഡൽഹി പൊല്യൂഷൻ or air pollution is a big topic in UPSC as well as in air pollution specifically in North Indian plains. അതിൻ്റെ കാര്യങ്ങളുണ്ട്. സോ വിൽ സീ ഇൻ ദി കമ്മിങ് ഡേയ്സ്. ഇന്നത് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കത് വരുന്ന ദിവസങ്ങളിൽ നോക്കാം. ആൻഡ് എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രിലിംസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊല്യൂട്ടൻസിനെ കുറിച്ചൊക്കെ UPSC സ്ഥിരം ചോദിക്കാറുണ്ട്. സോ വിൽ സീ. നോ, സി ടോട്ടലി ന്യൂസ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ക്ലൈമറ്റ് പഡ്ജ്. അപ്പോൾ അത് വായിക്കുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂവേഷനാണ്. ഇത് ഡേ ആഫ്റ്റർ ഡേ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊന്ന് നോക്കിയാൽ എനിക്കത് പറയാനുള്ളത്, ഡോണ്ട് ഗെറ്റ്
don't get sunk under the depth of content. Okay, you will be able to study all these things through revision only, or what we call as repeated revision. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട, റിപ്പീറ്റഡ് റിവിഷനിലൂടെ നമുക്കിത് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് തൽക്കാലം വായിച്ചു പോവുക. നമ്മൾ 3 ടയർ പ്രോസസ് ഉണ്ടല്ലോ, ന്യൂസ് പേപ്പർ വായിക്കുന്നു, ദെൻ യു ഗോ ഫോർ മെറ്റീരിയൽ, ആൻഡ് ദെൻ ഇപ്പോൾ നമുക്കാണെങ്കിൽ ടെലിഗ്രാമിൽ തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന് ദാറ്റ്, ആൻഡ് ദെൻ യു ഗോ ടു സംതിങ് ലൈക്ക് വാട്ട് യു കോൾ മന്ത്ലി കമ്പൈലേഷൻ. അത്രയും 3 കാര്യങ്ങൾ വായിക്കുമ്പോഴത്തേനും നമുക്കത് ഓക്കെ ആകും. കോട്ട വിത്തൗട്ട് ഡേറ്റ, ഇത് ടു സ്പെസിഫിക്, ടു TN ആണ്, ടു തമിഴ്നാട് സ്പെസിഫിക് ആണ്. സോ ജസ്റ്റ് ഒന്ന് വായിക്കുക. ചില ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അത് മാത്രം കോർട്ട് പറഞ്ഞ എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടൊരു റിസർവേഷൻ, കോട്ട വിത്തിൻ റിസർവേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിക്കുക, ഞാനിത് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നില്ല. നോ, ട്രേഡ് ആൻഡ് ക്ലൈമറ്റ്, ദി പിവറ്റ് ഫോർ India-US ties. India-US relations is one of the most important topic as far as international relations is concerned. GS2IR. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് Indo-US മാത്രമല്ല പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻസ് നമുക്ക് പഠിച്ചിരിക്കണം. ഇന്ത്യ റഷ്യ, ഇന്ത്യ ചൈന, ഇന്ത്യ പാകിസ്ഥാൻ, ഓർ ഇന്ത്യ ആൻഡ് സൗത്ത് ഏഷ്യ. അപ്പോൾ അതിനകത്തുള്ള ഒരു ആർട്ടിക്കിൾ, ഒരു പാർട്ടാണ് Indo-US റിലേഷൻഷിപ്സ്. Indo-US റിലേഷൻഷിപ്പിൽ what you can see is that normally ഡിഫെൻസ്, സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അതർ ആസ്പെക്ട്സ് ഓഫ് സ്ട്രാറ്റജിക്കൽ ന്യൂക്ലിയർ കോപ്പറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവേ നമ്മൾ ഡോമിനേറ്റ് ചെയ്യുന്നത്. ബട്ട് ദീസ് ആർ 2 ഏരിയ വെയർ യു ഹാവ് ലോട്ട് ഓഫ് ടെൻഷൻസ്. ട്രേഡ് ആൻഡ് ക്ലൈമറ്റ്. ട്രേഡ് വൈസ് വാട്ട് US is India's largest trading partner. Largest trading partner ആണ് US, but still there are irritants. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാകും. സോ ഈ ആർട്ടിക്കിളിൻ്റെ എസൻസ് ഈസ് ദാറ്റ് the cooperation between India and USA should not be on negative or fear things about other countries like Russia for US, China for India, China for USA too. അതല്ലാതെ there should be positive areas of meaningful cooperation. അതാണ് പിവറ്റ് ആയിട്ട് വരേണ്ടത്. പിവറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംതിങ് അറൗണ്ട് വിച്ച് വി സെൻറ്റർ ദീസ് റിലേഷൻഷിപ്പ്. അപ്പോൾ ട്രേഡ് ആൻഡ് ക്ലൈമറ്റിനെ കുറിച്ച് ആ രീതി പറയുന്നുണ്ട്. പ്ലീസ് ഗോ ത്രൂ ദാറ്റ്, വെരി ഗുഡ് ആർട്ടിക്കിൾ. നൗ another one, COVID as a tale of job hardship and marginalization. ഇത് ഒരു ആർട്ടിക്കിൾ മൊത്തത്തിൽ നിങ്ങൾ വായിക്കേണ്ട കാര്യമില്ല. ഓൾ ദീസ് പാർട്ട് ഈസ് വാട്ട് എക്സാമ്പിൾസ് ഓർ റിപ്പോർട്ടാഷാണ്. അപ്പോൾ നമുക്ക് UPSCക്ക് അത്ര റെലവൻ്റ് ഇല്ല. ഇത്രയും കാര്യങ്ങൾ വായിക്കുക. ഒരു പുതിയ പെർസ്പെക്റ്റീവാണ്. സാധാരണ നമ്മൾ വിമൻ്റെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റേർണലി ആയിട്ടുള്ള ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഒരു ഇൻ്റർനാഷണൽ നമ്മുടെ ഡയസ്പോറയ്ക്കും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. കാരണം ഡയസ്പോറ സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ GS2IR ടോപ്പിക്കാണ് ഡയസ്പോറ. അപ്പോൾ ഡയസ്പോറയിൽ വിമനും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സൊസൈറ്റിയിലൊക്കെ ആൻസർ എഴുതുമ്പോൾ ഇത് ഭയങ്കര വാല്യൂ അഡീഷനാണ്. ഇനി ഇതുപോലെ ഡയസ്പോറ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാം, ഏതാണ് GS2-ൽ. അപ്പോൾ അതും അവിടെയും വിമൻ ആൻഡ് ഡയസ്പോറ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതൊന്ന് വായിക്കണേ. ബ്രാൻഡ്സ് മസ്റ്റ് സ്റ്റിക്ക് ടു ദെയർ സ്റ്റാൻഡ്. ഈ ആർട്ടിക്കിൾ ഭയങ്കര ഒരു ഒരു ഇമോഷണൽ ആർട്ടിക്കിളാണ്. UPSC സ്പെസിഫിക് കാര്യങ്ങളൊന്നും വളരെ കുറവാണ്. ബട്ട് വി ക്യാൻ ടേക്ക് കപ്പിൾ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഫ്രം ഹിയർ. ഓക്കെ, ആ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിനകത്ത് വരുന്ന ഇഷ്യൂസിനെ കുറിച്ച് കപ്പിൾ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഈസ് ദെയർ. പക്ഷേ അതല്ലാതെ അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ വായിച്ച് സമയം കളയണമെന്ന് എനിക്കില്ല. ഐ ബിലീവ് സോ. സോ പ്ലീസ് റീഡ് ദിസ്. Now the next one is data and the quest for truth. It's like too specifically into statistics. നമുക്കൊരു യൂട്ടിലിറ്റി ഇല്ല. നമ്മൾ അത്രയും ആർട്ടിക്കിൾസ് വെറുതെ സമയം കളയേണ്ട. എക്സ്ക്ലൂഡ് ദാറ്റ്, അത് വായിക്കുക വേണ്ട. Now resisting patriarchy in politics. This topic is relevant, but this article has nothing to offer. പ്രത്യേകിച്ചൊന്നുമില്ല. Patriarchy and women's representation വളരെ ലോ ആണ് അല്ലേ. ലൈക്ക് 10% അറൗണ്ട് ലോ പാർക്കിലാണ് നമുക്ക് ഇന്ത്യയിൽ MLA-മാരുള്ളത്. സോ ആ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. മെയിൻസിന് ഏത് ദിവസവും ചോദിക്കാവുന്ന ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സ് റിലേറ്റഡ് വാർത്തയാണ്. സോ ദാറ്റ് ഈസ് ദർ. വാട്ട് ഈസ് DAC, ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ? അത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ UPSC ക്വസ്റ്റ്യൻസ് ഒരു മെറ്റീരിയൽ ബേസ് ചെയ്ത് നമുക്ക് കിട്ടുന്നല്ല. നമുക്കൊരു ബ്രോഡർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പോൾ പ്രിലിംസിനകത്ത് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫെമിലിയർ ആയിരിക്കും. DACയുടെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. വാട്ട് ഈസ് DAC, ഹൗ ഇറ്റ് വർക്ക്സ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് മാൻഡേറ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കും. നിങ്ങൾക്കെല്ലാം അറിയാം, ഒരു വാർത്തയും റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നില്ല. നാളെ DAC കുറിച്ച് വേറൊരു വാർത്ത വരും. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് വാർത്തകൾ കാണുന്നത്. ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നതാണ്. ഐ എം ഷുവർ നിങ്ങളിപ്പം റിയലൈസ് ചെയ്യുന്നുണ്ട് ആ ഫാക്ട്. അപ്പോൾ ആ റിപ്പീറ്റഡ് റീഡിങ്ങിലൂടെയാണ് നിങ്ങളിത് മാസ്റ്റർ ചെയ്യണത്. സോ ഡോണ്ട് വറി നോ, യു വിൽ ബി മാസ്റ്ററിങ് ദാറ്റ്. സെൻട്രൽ ക്യാഷ് ബേസ് പേയ്മെൻറ്റ് ഫോർ MNR EGM നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കണ്ടിന്യൂഷനാണ്. സോ അതവിടെ ഒന്ന് വായിച്ച് നോക്കുക. ജസ്റ്റ് കൂടുതൽ വേണ്ട, എന്താ ഉള്ളതെന്നൊന്ന് നോക്കുക. ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല.
As schools reopen, study warns of deepening divides. Okay, learning divides. വെരി ഗുഡ് ആർട്ടിക്കിൾ. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പുട്ട് ചെയ്തിട്ടുണ്ട്. വായിക്കുക. നമ്മൾ എന്താണ് കോവിഡ് ആൻഡ് ഇഷ്യൂസ് ആൻഡ് എഡ്യൂക്കേഷൻ ഹെൽത്ത് എന്നൊരു കാര്യത്തിൽ നമ്മൾ പല ആർട്ടിക്കിൾസ് വായിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരിക. സി ഓൾവേസ് ലുക്ക് അറ്റ് ദാറ്റ് ആസ് ഫർ ആസ് ചിൽഡ്രൻ ഈസ് കൺസേൺ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഗോസ് ടുഗെദർ. ബിക്കോസ് നമ്മുടെ ഇവിടെ എന്താണ് ന്യൂട്രീഷന് വേണ്ട കാര്യങ്ങൾ പലപ്പോഴും സ്കൂളിൽ നിന്നാണ് നമ്മൾ ലഭ്യമാക്കുന്നത്, ഇപ്പം മിഡ് ഡേ മീൽ സ്കീം പോലത്തെ ഇനിഷ്യേറ്റീവ്സിലൂടെ. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് സൈലോസിലല്ല, അതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് രീതിയിൽ മനസ്സിലാക്കുക. റൈറ്റ്. ദെൻ ആസ് വി മൂവ് ഓൺ വി കം ടു അഗെയിൻ ടു ക്ലൈമറ്റ് ചേഞ്ച്. സോ ഇന്ത്യ ടു ഹെൽപ്പ് കൺട്രീസ് പ്രോൺ ടു ക്ലൈമറ്റ് ചേഞ്ച്. റീഡ് ഓൾ ദി ഇനിഷ്യേറ്റീവ്സ്. സ്മോൾ ഐലൻഡ്സിനെ കുറിച്ച്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചൊക്കെ വായിക്കുക. അതുപോലെ ക്ലൈമറ്റ് ഫിനാൻസ്, ഇത് ചെറിയൊരു ആർട്ടിക്കിളാണ്, ഈ ഒരു ഹൈലൈറ്റ് ചെയ്ത് മാത്രം വായിച്ചാൽ മതി. വൺ സൺ വൺ ഗ്രിഡ് വൺ വേൾഡ് വൺ ഗ്രിഡ്, ഇത് ഓർത്ത് വെക്കുക. നമുക്ക് ആൻസേഴ്സിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കീവേഡ്സ് ആണ്, സ്ലോഗൻസ് ആണ്. അപ്പോൾ സ്ലോഗൻസൊക്കെ നമുക്ക് നമ്മുടെ ആൻസറിൽ യൂസ് ചെയ്യാം. റൈറ്റ്. സോ അതും ഒന്ന് നോക്കുക. ഇന്ത്യാസ് ക്ലൈമറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് ആർ ബോൾഡ് ബട്ട് മീറ്റിംഗ് ദം വിൽ ബി എ ചലഞ്ച്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു അനാലിസിസ് ആണ്. ഇൻ ദ കമ്മിങ് ഡേയ്സ് നമുക്ക് എഡിറ്റോറിയൽ കുറേ അനാലിസിസ് കിട്ടും. ഇതിനെക്കുറിച്ച് അധികം കോൺഷ്യസ് ആകണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഓക്കെ, കാരണം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊരു ഇവഞ്ച്വലി വരും. അപ്പോൾ ഒന്ന് വായിച്ചു വയ്ക്കണം, നിങ്ങൾക്ക് ഫീൽ കിട്ടും ഓക്കെ ഇതെങ്ങനെയാണ് നിൽക്കുന്നത്. ബട്ട് ഇൻ ദ കമ്മിങ് ഡേയ്സ് ദർ വിൽ ബി മോർ ഡിസ്കഷൻ. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ അന്നേരം നോക്കാം. ലുക്ക് അറ്റ് ഹിയർ. ഇതാണ് നമ്മൾ റിപ്പീറ്റഡ് റിവിഷനിലൂടെ പറയുന്നത്. ഇതാണ് നമ്മൾ മുമ്പേ വായിച്ച പല ടോപ്പിക്കുകളും തന്നെയാണ് മെൻഷൻ ചെയ്ത്. എന്താണ് നമ്മൾ ഫസ്റ്റ് പേജിലും എഡിറ്റോറിയലും വായിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതൊന്ന് വായിക്കുക, സമയം അധികം പോകത്തില്ല, ബിക്കോസ് യു ഹാവ് ഓൾറെഡി റെഡ് ദിസ്. അപ്പോൾ ഇത് വായിക്കുക. അങ്ങനെ വായിച്ചു വരുമ്പോഴാണ് നമുക്ക് ദിസ് ഈസ് എ പെർഫെക്റ്റ് സ്കോപ്പ് ഫോർ റിപ്പീറ്റഡ് റിവിഷൻ. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് ഓക്കെ ഇത് ഞാൻ വായിച്ചാണല്ലോ എന്നോർത്ത് സ്കിപ്പ് ചെയ്തത്. യു മസ്റ്റ് റീഡ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബോക്സിൽ വെച്ചിട്ട് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച്. തീർച്ചയായും അത് വായിക്കണം. അത് വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു എന്താണ് യു ക്യാൻ റീഇൻഫോഴ്സ് വാട്ട് യു സ്റ്റഡി. റീഇൻഫോഴ്സ് ഇറ്റ്. സോ ദാറ്റ്സ് വെരി ക്രിട്ടിക്കൽ. കാട്സ നമ്മളൊന്ന് പറഞ്ഞായിരുന്നു. സോ ഇഫ് യു ഹാവൻറ്റ് ഓൾറെഡി റെഡ് കാട്സ നമ്മൾ ഒന്ന് നോക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം MCQ ആയിട്ട് നോ യുവർ MCQ സീരീസിൽ ഐ തിങ്ക് 42nd ക്വസ്റ്റ്യൻ കാർഡ്സ് ആയിരുന്നു തോന്നുന്നു, നോ യുവർ MCQ സീരീസിലെ 42nd വേർഷനിൽ. സോ പ്ലീസ് റീഡ് ദാറ്റ്. അത് എന്തിനെക്കുറിച്ച് ബന്ധപ്പെട്ടാണെന്നുള്ളതുകൊണ്ട് ട്രയംഫിനെ കുറിച്ച് നമുക്കറിയണം, S-400 ട്രയംഫിനെ കുറിച്ച് അറിയണം, സാങ്ഷൻസ് ആക്ട്. ഓക്കെ, GOP എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പറയുന്ന പേരാണ്. സോ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ബട്ട് സ്റ്റിൽ അഗെയിൻ യു നെവർ നോ ലൈക്ക് GOP എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ UPSC ചോദിച്ചുകൂടാകുകയില്ല. സി ബേസിക് ഇൻക്വിസിറ്റീവ്നെസ് നമുക്ക് വേണം. അപ്പോൾ ഒരു നോർമലി ഒരാൾക്ക് GOP എന്നതില്ല, GOP സെനറ്റേഴ്സ് വാട്ട് ദ ഹെൽ ഈസ് ദാറ്റ് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കാണാനുള്ള ഒരു ഇൻക്വിസിറ്റീവ്നെസ് നമുക്ക് UPSCയിൽ വേണം, പ്രിലിംസിന്. ഓക്കെ, അത്രയും കരുതിയാൽ മതി. അല്ലെങ്കിൽ നമ്മളൊരു ഇൻഫോംഡ് പേഴ്സൺ ആകുക എന്നുള്ളതാണ് UPSC പ്രിപ്പറേഷൻ്റെ ബേസ് ലൈൻ. അത് ഓവറാക്കേണ്ട കാര്യമില്ല, പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ പലപ്പോഴും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ പോലും നമ്മൾ പലരോടും മിണ്ടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലാക്കിങ് മനസ്സിലാവും. സി അവർ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അത് മാത്രമല്ലല്ലോ കാര്യം. നമുക്കൊരു ഇൻഫോംഡ് ആളായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കാം. വാട്ട് ആർ ARCs? സി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പണ്ട് കണ്ടതാണ്, ബാഡ് ബാങ്ക് ARCs ഒക്കെ കണ്ടതാണ്. ഇനിയും അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. സർഫേസ് ഐ ആക്ടൊക്കെ നമ്മൾ കുറേ ഇടത്ത് കണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾ വായിച്ചു കഴിയുമ്പം സർഫേസ് ഐ ആക്ടൊക്കെ നിങ്ങൾക്ക് ബൈ ഹാർട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നമ്മൾ ഒരാളോട് പരിചയപ്പെട്ടു പുതുതായിട്ട്, ആൻഡ് ഐ ആസ്ക്ഡ് ഹിസ് നെയിം, ഹി ടോൾഡ് മീ ലൈക്ക് ഹിസ് നെയിം ഈസ് രാം. ഓക്കെ, normally what happens with me is that if I didn't talk to him and പുള്ളിയെ പിന്നെ ഒരു 1-2 മാസം കഴിഞ്ഞാണ് കാണുന്നതെങ്കിൽ എനിക്കൊരു ഐഡിയയും കാണത്തില്ല what was his name. ഓക്കെ, ഒരു ഐഡിയ ഇല്ല. I tend to forget that. I'm very bad at remembering names sometimes. ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് ചോദിക്കും. ബട്ട് ദെൻ വെൻ if I asked his name, Ramkumar or Ram Prakash or whatever, and then ഞാൻ അടുത്ത ദിവസവും പുള്ളിയെ കാണണം. ഇടയ്ക്ക് എനിക്ക് പുള്ളിയുടെ പേര് വിളിക്കണം, റാം ഗെറ്റ് മീ ദാറ്റ് തിങ്, രാംകുമാർ ഗെറ്റ് മീ ദാറ്റ് തിങ്, ഇങ്ങനെ വിളിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ വാട്ട് ഐ നെവർ ഫോർഗെറ്റ് ഹിസ് നെയിം അഗെയിൻ. അത് ആദ്യത്തെ 2-3 ദിവസങ്ങൾ ആ ഒരു പേര് റിപ്പീറ്റ് ആയിട്ട് വിളിക്കേണ്ടി വന്നാൽ പിന്നെ ജീവിതകാലം മൊത്തം എനിക്ക് ആ പേര് ഓർമ്മ കാണും. പിന്നെ അത് ഒരിക്കലും മറന്നു പോകുന്നില്ല. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പഠിക്കുമ്പോഴത്തെ കാര്യം. ആ ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അതൊന്ന് ഇൻട്രസ്പേസ്ഡ് ആയിട്ടൊരു സമയത്ത് ഒരു മേ ബി once in 1 ഡേയോ അല്ല once in 2 ഡേയ്സോ അല്ലെങ്കിൽ ഒരു വീക്കിലോ 2-3 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഈ കേൾക്കലില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള എൻകൗണ്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് മറന്നു പോകുന്നത്. അപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെടുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. ഓക്കെ, സോ അത് മനസ്സിൽ വെക്കുക. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. വാട്ട് ഈസ് PCA? പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്താണെന്ന് നോക്കുക. ഇത് രണ്ടും NRC ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുക. കുറച്ചൊരു ഡെപ്തുള്ള കുറേ കാര്യങ്ങളുള്ള ഒരു ദിവസമായിരുന്നു. സോ ലേശം സമയം എക്സ്ട്രാ എടുക്കുമെങ്കിലും ദാറ്റ് വുഡ് ബി ഓൾ റൈറ്റ്, നോ ഇഷ്യൂസ്. സോ ഐഡിയലി നമുക്കൊരു 1 hourന് മുമ്പ്, ലെസ് ദാൻ 1 hour എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ടാർഗറ്റ്. ബാക്കി നമുക്ക് കുറച്ച് നോട്ട് മേക്കിങ്ങിനൊക്കെ പോകാം. എല്ലാ നോട്ടും ചെയ്യേണ്ടെന്ന് ഞാൻ അഗെയിൻ പറയുന്നു. ഞാൻ എങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കണമെന്ന് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാം. ബിക്കോസ് നിങ്ങൾ കുറേ ആൾക്കാർ പുതിയ ആൾക്കാരാണ്, പുതിയ വ്യൂവേഴ്സാണ്. ഏർലിയർ ഞാനിതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വെയിറ്റ് ഫോർ ദാറ്റ്. റൈറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമ്മൾ അത്രയും കാര്യങ്ങളാണ് ഉള്ളത്. സോ ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, സ്റ്റഡി വെൽ, ഹാവ് എ ഗുഡ് ഡേ.